ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കൂളിൽ ഓണപ്പരിപാടിക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഡ്രസ്സ് മാറലൊക്കെ ആയിരുന്നു. അവൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് അവിടേക്ക് വേഗം പോയി ഗൈസ്. ഞങ്ങൾ അവിടെ പോയ പിന്നെ അവൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് ഒരു ഡ്രസ് കോഡൊക്കെ ആയിരുന്നു ഗൈസ്. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫ്രണ്ട്സൊക്കെ ഫ്രീ ഫയർ കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടിരുന്നു ഗൈസ്. അതിനുശേഷം ഡ്രസ്സ് അടിയും പിടിയായി, ഡ്രസ്സ് ഇടാണ്ട് അടിയും പിടിയായി. ഓരോരുത്തർ ഓരോ ഡാൻസൊക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം പൊളിയായിരുന്നു ഓണപ്പരിപാടി. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളുടെ പോസ്റ്ററൊക്കെ കാണിച്ച് അതിന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ വഴി കൂടെ നടന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പോണ വഴി പിള്ളേർ സ്മോക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് പോയി ഗൈസ്. ഒരു മാവേലി വന്നിട്ട് പ്രസംഗിക്കുകയായിരുന്നു. അതിനുശേഷം കുട്ടികളുടെ ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പാട്ടൊക്കെ ഇഷ്ടമായിരുന്നു, അവരുടെ നല്ല കളിയും എല്ലാം ഇഷ്ടമായിരുന്നു. അതിനുശേഷം വേറൊരു പാട്ട് വന്നപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ ഒന്ന് ആവേശകരമായി ഇറങ്ങിയത്. അവരൊരേ തുള്ളലായിരുന്നു. അവരെ ബെഞ്ചിൻ്റെ അടയിൽ ഒരേ കളിയായിരുന്നു. ടീച്ചേഴ്സും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ചീത്ത പറയായിരുന്നു. പിന്നീടാണ് ഏട്ടന്മാരുടെ വടംവലി തുടങ്ങാറായത്. ഞങ്ങളൊക്കെ തിരക്കൂട്ടി ചുറ്റും പോയി നിന്നു. പിന്നെ അവരുടെ വടംവലി തുടങ്ങി. അവർ കഷ്ടപ്പെട്ട് ആവേശത്തോടെ വലിച്ച് ഞങ്ങളുടെ സ്കൂൾ ജയിപ്പിച്ചു ഗൈസ്. ഓണത്തിൻ്റെ സ്പിരിറ്റ് ഇതൊക്കെയല്ലേ. അങ്ങനെ അവരുടെ വടംവലിക്കലായിരുന്നു. എല്ലാവരും ആർപ്പ് വിളിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്തു. അവർ വടം വലിച്ച് ജയിച്ചു ഗൈസ്. പിന്നീട് ഞങ്ങൾക്ക് വടം വലിച്ച് ജയിച്ചു ഗൈസ്. പിന്നീട് ഞങ്ങൾക്ക് പ്രിൻസിപ്പാൾ ഡാൻസ് കളിക്കാനുള്ള അനുവാദമൊക്കെ തന്നപ്പോൾ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് തന്നപ്പോൾ എല്ലാവരും ഒരേ കളിയായിരുന്നു. നല്ല ആവേശത്തോടെ എല്ലാവരും മുണ്ടൊക്കെ ആയതുകൊണ്ട് കളിക്കാൻ ആരും മടിച്ചില്ല, ഒരേ കളിയായിരുന്നു. അതിനുശേഷം കുറേ നേരം കളിച്ച ശേഷം ഞങ്ങൾ പിന്നീട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് നേരം അവൻ്റെ വീട്ടിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നീട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി, ബസ് കയറി വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.